ഹായ് എവരിവൺ, നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുന്നത് എന്താണ് ഗ്രാഫിക് ഡിസൈൻ എന്നും അതിൻ്റെ ഉപയോഗങ്ങളും അതെന്തിനാണെന്നും അതുപോലെ തന്നെ കുറച്ച് എക്സാമ്പിൾസും അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഗ്രാഫിക് ഡിസൈൻ സിമ്പിളായി പറയുകയാണെങ്കിൽ ഇൻഫർമേഷൻ, അതായത് വിവരങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ചിത്രങ്ങളോ അതായത് രൂപങ്ങളോ അല്ലെങ്കിൽ നിറങ്ങളോ ഉപയോഗിച്ച് എളുപ്പത്തിൽ ആളുകളെ മനസ്സിലാക്കിക്കുന്നു. അതിന് നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുന്നില്ല, അതായത് നമ്മൾ പറയുന്നില്ല, അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, ചിത്രങ്ങളായും നിറങ്ങളായും രൂപങ്ങളായിട്ടും ആളുകളെ എളുപ്പത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നു. ഇതാണ് ഗ്രാഫിക് ഡിസൈൻ എന്ന് പറയുന്നത്. ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരെ ഗ്രാഫിക് ഡിസൈനേഴ്സ് എന്ന് വിളിക്കും. അവർ എപ്പോഴും ആക്റ്റീവായിരിക്കണം, അതായത് ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ട്രെൻഡിങ് അറിഞ്ഞിരിക്കണം. ആളുകളെ ശ്രദ്ധ ആകർഷിപ്പിക്കുന്ന രീതിയിലുള്ള ഡിസൈനുകൾ മേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ അവരെന്ത് ചെയ്യുന്നു, അവർ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം, അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കണം. അതാണ് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏത് രീതിയിലും ആകാം, ലോഗോ രീതിയിലാകാം, അല്ലെങ്കിൽ ബ്രോഷേഴ്സ്, അല്ലെങ്കിൽ പറഞ്ഞ ഫ്ലയേഴ്സ്, പോസ്റ്റേഴ്സ്, അങ്ങനെയുള്ള എന്ത് രീതിയിലും എന്ത് ചെയ്യുന്നു, ആളുകളെ അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ചലഞ്ച്. പല രീതിയിലുള്ള ഗ്രാഫിക് ഡിസൈനുകളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഈ ഒരു പ്രൊഡക്റ്റിനെ അല്ലെ ഒരു കമ്പനിയെ ബ്രാൻഡ് ചെയ്യിക്കുക, അത് ലോഗോ മൂലമോ അല്ലെങ്കിൽ ബിസിനസ് കാർഡ് മൂലമോ അല്ലെങ്കിൽ വിഷ്വൽ എലമെൻറ്റ്സ് മൂലമോ കാണിക്കുക, അതുപോലുള്ള ഡിസൈനുകൾ. ഈ പറയുന്ന പോലെ പ്രിൻറ്റിങ് ഡിസൈനുകൾ, അതായത് ഫ്ലയേഴ്സ്, ബാനറുകൾ, മാഗസീനുകൾ, പോസ്റ്ററുകൾ, അങ്ങനെയുള്ള ഡിസൈനുകൾ. പിന്നെ അടുത്ത വരുന്നത് ഈ മൊബൈലും അതുപോലെ തന്നെ വെബിൻ്റെയൊക്കെ വരുന്ന ഡിസൈൻ, വെബ്സൈറ്റുകളൊക്കെ ഡിസൈൻ ചെയ്യുന്ന രീതിയിൽ, മൊബൈൽ ആപ്സുകൾ ഡിസൈൻ ചെയ്യുന്ന രീതിയിൽ യൂസർ ഇൻ്റർഫേസ് ഡിസൈനുകൾ, അങ്ങനെയുള്ള രീതിയിലുള്ള ഡിസൈനുകൾ. സോഷ്യൽ മീഡിയ ഡിസൈനുകൾ വരുന്നുണ്ട്. ഈ പറയുന്ന യൂട്യൂബ് തംബ്നെയിലോ അല്ലെങ്കിൽ സ്റ്റോറികളോ, ഈ പറയുന്ന ഫേസ്ബുക്കിൽ ഇടുന്ന പോസ്റ്ററുകളോ, അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഡിസൈനുകൾ. മോഷൻ ഗ്രാഫിക്സ്, ആനിമേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന ഡിസൈനുകൾ വരും. പാക്കേജിങ് ഡിസൈനുകൾ വരും. എൻവിയോൺമെൻറ്റൽ ഡിസൈനുകൾ, അഡ്വർടൈസിങ്, അതായത് ഈ പറയുന്ന TV, ബിൽ ബോർഡ്, അങ്ങനെയുള്ള രീതിയിലുള്ള വിഷ്വലി അവിടെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അവിടെ ഡിസ്പ്ലേ ചെയ്യാനുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഡിസൈനുകൾ വരും. ഇങ്ങനെയൊക്കെ ഉള്ളതാണ് കൂടുതലും പല രീതിയിലുള്ള ഡിസൈനുകളായിട്ട് ഗ്രാഫിക് ഡിസൈനേഴ്സ് അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനുകളിൽ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.